എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ഇപ്പം 13-14 വരെ ആയിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരെല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്കിന്ന് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൻ്റെ വേറൊരു മോഡൽ പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കാം. Letters of the word apple are written in small paper pieces and kept in one box. ആപ്പിൾ, APPLE, ആപ്പിൾ എന്ന വാക്കിൻ്റെ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരങ്ങൾ എയും PPLE, ഇങ്ങനെ 5 അക്ഷരമില്ലേ, അത് 5 എണ്ണം 5 പീസ് പേപ്പറിൽ എഴുതിയിട്ട് ഒരു ബോക്സിലിട്ടിരിക്കുന്നു. 1 ഈസ് ടേക്കൺ അറ്റ് റാൻഡം, ഒരെണ്ണം നോക്കാതെ നമ്മൾ എടുക്കുന്നു. വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ലെറ്റർ P? പി എന്ന ലെറ്റർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആപ്പിളിൻ്റെ സ്പെല്ലിങ് APPLE, 5 അക്ഷരമുണ്ട് അല്ലേ. അതിൽ നിന്ന് അത് 5 അക്ഷരം 5 പീസ് പേപ്പറിൽ എഴുതിയിട്ട് ബോക്സിലിട്ടിരിക്കുന്നു. അത് നോക്കാതെ എടുക്കുമ്പോൾ P എന്ന ലെറ്റർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇത്രയൊരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ആപ്പിൾ എന്നുള്ള വാക്കിന് പകരം വേറെ വാക്കുകളാകാം. നമുക്ക് മലയാളത്തിലൂടെ നോക്കാം. ആപ്പിൾ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഓരോന്നും ഓരോ കടലാസ് കഷണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. അതിൽ നിന്ന് നോക്കാതെ ഒന്നെടുത്താൽ കിട്ടുന്നത് P ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ആ വാക്കൊന്ന് എഴുതാം. ഏത് വാക്കാണോ തന്നിരിക്കുന്നത് നിങ്ങൾ എഴുതുക. APPLE. അപ്പോൾ ഇവിടെ എത്ര അക്ഷരമുണ്ട്? 1, 2, 3, 4, 5 അക്ഷരങ്ങളുണ്ട്, 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ടോട്ടൽ ഔട്ട്കംസ് 5 ആണ്. ടോട്ടൽ ഔട്ട്കംസ് 5 അല്ലേ, 5 അക്ഷരങ്ങളുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, ലെറ്റർ P ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ P. പ്രോബബിലിറ്റി ഓഫ് P എന്ന് വരും. എത്ര തവണ P വന്നിട്ടുണ്ട്? 1, 2 തവണയുണ്ട്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കംസ് എന്നുള്ളിടത്ത് 2 ആണ് വരുന്നത്. P 2 തവണയുള്ളതുകൊണ്ട് 2 ബൈ ടോട്ടൽ ഔട്ട്കംസ് 5. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. അപ്പം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം ആൻസർ ചെയ്യുക. ആപ്പിൾ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഓരോന്നും ഓരോ കടലാസിൽ എഴുതി ചുരുട്ടിയിട്ടിരിക്കുന്നു. അത് നോക്കാതെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് P ആവാനുള്ള സാധ്യതയുണ്ട്. P ഇവിടെ 2 തവണയുണ്ട്, APPLE എന്നല്ലേ. അപ്പം P 2 തവണയുള്ളതുകൊണ്ട് P കിട്ടാനുള്ള ചാൻസ് 2 അല്ലേ. ടോട്ടൽ ഔട്ട്കംസ് 5, 2 ബൈ 5. ഫേവറബിൾ ഔട്ട്കം 2, ടോട്ടൽ ഔട്ട്കം 5. ഇതിനകത്തുനിന്ന് തന്നെ വേറെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതേ സ്ഥാനത്ത് ഇതൊരു വൗവൽ ആവാനുള്ള സാധ്യത എന്ന് ചോദിക്കാം. അത് വേറെ വലിയ വാക്കൊക്കെ ഇട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വൗവൽ ആവാനുള്ള സാധ്യത, വൗവൽ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ അല്ലേ. അപ്പോൾ ഇതിനകത്ത് സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? വൗവൽസ് AEIOU, ഇതാണ് വൗവൽസ്. AEIOU. അപ്പോൾ ഇതൊരു വൗവൽ ആവാനുള്ള ചാൻസ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട് വൗവൽസ്? എയും ഉണ്ട്, ഇയും ഉണ്ട് അല്ലേ. പിയും എല്ലും ഒന്നും വൗവൽസ് അല്ല. A വൗവലാണ്, E വൗവലാണ്. അത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പം അത് നമുക്കൊന്ന് എഴുതാം. വൗവൽസ് ആവാനുള്ള പ്രോബബിലിറ്റി എയും ടോട്ടൽ ഫേവറബിൾ ഔട്ട്കംസ് നമുക്ക് 2 എണ്ണം ഉണ്ട് അല്ലേ. 2 ബൈ ടോട്ടൽ എപ്പോഴും എത്ര തന്നെയാണ്? 5. ഇനി ഇതിനകത്തൊന്ന് അതേ സ്ഥാനത്ത് P ചോദിച്ച പോലെ A ആവാനുള്ള സാധ്യത എന്ന് ചോദിച്ചാൽ A ഒരെണ്ണേ ഉള്ളൂ, 1/5. L ചോദിച്ചാലും 1/5. ഈ ഓരോന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ P മാത്രം 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് 2/5. ബാക്കിയെല്ലാം ഓരോന്നേ ഉള്ളൂ, 1/5. അതുപോലെ വൗവൽസ് എന്ന് ചോദിച്ചാൽ Aയും Eയും ഉണ്ട്, എന്താണ് 2 തവണ അല്ലേ. ഇനി വൗവൽ ആവാതിരിക്കാനുള്ള ചാൻസ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബീങ് നോട്ട് വൗവൽസ്? വൗവൽസ് ആവാതിരിക്കാനുള്ള ചാൻസ് എന്താ ഞാൻ പഠിപ്പിച്ചേ? വൗവൽസ് ആവാനുള്ള ചാൻസ് 1-ൽ നിന്ന് കുറയ്ക്കണം. 1 മൈനസ് വൗവൽ ആവാനുള്ള ചാൻസ് 2/5 ആണ്. 1 മൈനസ് 2/5. 1-നെ എങ്ങനെ ഇടാമെന്നാ പറഞ്ഞത്? ഇവിടുത്തെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എത്രയാണ് അത് നമ്മൾ ടോട്ടൽ ഛേദം അംശം അത് തന്നെ എഴുതും. 5/5 എന്ന് എഴുതും. 5/5 മൈനസ് 2/5. സെയിം ഡിനോമിനേറ്റർ ഉണ്ട്, അത് തന്നെ എഴുതുന്നു. 5, 5-ൽ നിന്ന് 2 പോയാൽ 3. ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യനോട് നോക്കാം. ഞാൻ ആ വേർഡ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ആപ്പിൾ എന്നുള്ള വേർഡ് മാറ്റി മാത്തമാറ്റിക്സ് എന്നാക്കി.
MATHEMATICS, മാത്തമാറ്റിക്സ് എന്നാണ് വേർഡ്. ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ് ആർ റിട്ടൺ ഇൻ സ്മോൾ പേപ്പർ പീസസ് ആൻഡ് കെപ്റ്റ് ഇൻ വൺ ബോക്സ്. One is taken from it random. What is the chance of getting letter M? അപ്പം മാത്തമാറ്റിക്സ് എന്ന വാക്കിൽ ഓരോ അക്ഷരങ്ങളും ഓരോ പേപ്പറുകളിൽ എഴുതി അത് ഒരു ബോക്സിലിട്ടു. എന്നിട്ട് അത് നോക്കാതെ ഒരെണ്ണം എടുത്താൽ അത് എം ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ക്വസ്റ്റിനകത്ത് എം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനകത്തുനിന്ന് ചോദിക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ നമുക്ക് എഴുതി നോക്കാം. വാക്ക് മാത്തമാറ്റിക്സ് എന്നാണ്. MATHEMATICS. അപ്പം 1 2 3 4 5 6 7 8 9 10 11 ഉണ്ട്. അപ്പം ടോട്ടൽ ഔട്ട്കംസ് ഈ കേസിൽ എത്രയാണ്? 11 ആണ്. 11 അക്ഷരങ്ങളുണ്ട് അവിടെ. 1 2 3 4 5 6 7 8 9 10 11. അപ്പം ടോട്ടൽ ഔട്ട്കംസ് എന്നുള്ളിടത്ത് 11 ആണ്. ഇതിനെ സംബന്ധിച്ച് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മുടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കംസ് താഴെ വരുന്ന സംഖ്യ എത്രയായിരിക്കും? 11 ആയിരിക്കും. ഇനി ഇതിനകത്തുനിന്ന് അവർ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന എം എന്നാണ്. എം എത്ര എണ്ണം ഉണ്ട്? എം ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, 2 തവണയുണ്ട് അല്ലേ? എം എം നമുക്ക് നോക്കാം. പറയുന്നതിൻ്റെ പ്രോബിലിറ്റി ഓഫ് എം 2 തവണയുള്ളതുകൊണ്ട് ഫേവറബിൾ ഔട്ട്കംസ് എന്നുള്ളത് 2 എന്ന് എഴുതും. ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 11. ഇതൊക്കെ ഇത് സിമ്പിളാണ്. അതുപോലെ ഓരോ അക്ഷരങ്ങളും ഇപ്പോൾ എ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എ 1 ഇവിടെ 2 അതും 2/11. ടി ചോദിച്ചു കഴിഞ്ഞാൽ 1 2 തവണയുണ്ട്, അതും 2/11. എച്ച് ആണെങ്കിലോ എച്ച് ആകെ ഒരു തവണയുള്ളൂ, അപ്പം 1/11 അങ്ങനെ വരും. ഈ ഒരു പ്രാവശ്യമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നോക്കി അല്ലേ? ഐ ഉണ്ട്, സി ഉണ്ട്, എസ് ഉണ്ട്, ഇതെല്ലാം ഓരോ തവണയുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫേവറബിൾ ഔട്ട്കംസ് എന്നുള്ളത് 1 വരും, ഡിവൈഡഡ് ബൈ ടോട്ടൽ 11. ഇനിയും ഇതിനകത്തുനിന്നും ഇതുപോലെ വവൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എത്ര എണ്ണം ഉണ്ട് ഇവിടെ? വവൽസ് ആണെങ്കിൽ എ ഇ എ ഐ അല്ലേ? അപ്പോൾ എം വവലല്ല, എ ഉണ്ട്, ടി അല്ല, എച്ച് അല്ല, പിന്നെ ഒരു ഇ വന്നു, എം അല്ല, പിന്നെ ഒരു എ, ടി അല്ല, ഐ അവിടെ വരെയുണ്ട്. 1 2 3 4 തവണയുണ്ട് വവൽസ്. അപ്പം ഇതിനകത്തുനിന്ന് ഈ ക്വസ്റ്റിനകത്ത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വവൽ അല്ലെങ്കിൽ AEIOU ഇതിലേതെങ്കിലും ഒന്നാവാനുള്ള സാധ്യത, ഏതെങ്കിലും ഒന്നല്ല, ഇതാവാനുള്ള വവൽസ് ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് എഴുതാം? എത്ര തവണ വവൽസ് വരുന്നുണ്ട്? 1 2 3 4 തവണയുണ്ട്. അപ്പം 4/11 വരും. ഇനി വവൽസ് എന്ന് പറയുമ്പം AEIOU എന്ന് പറഞ്ഞു. ബാക്കിയുള്ള അക്ഷരങ്ങൾ നമ്മൾ മലയാളത്തിൽ ഇതിന് സ്വരാക്ഷരം എന്ന് പറയും. ബാക്കിയുള്ളതിന് വ്യഞ്ജനാക്ഷരം. ഇംഗ്ലീഷിലാണ് അതിന് പറയുന്നത് കൺസണൻസ് എന്നാണ്. കൺസണൻസ്, ചിലർ കോൺസണൻസ് എന്ന് പറയും, ഉച്ചാരണം എങ്ങനെ വേണമെങ്കിലും പറയാം. കൺസണൻസ്. അപ്പോൾ ഇതിന് പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ. വവൽസ് ആണെങ്കിൽ സ്വരാക്ഷരം. കൺസണൻസ്. അപ്പോൾ ഇതിനകത്തുനിന്ന് വവൽസ് ആവാനുള്ള ചാൻസ് 4/11 ആണ്. വവൽ അല്ലാതിരിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ അതിൻ്റെ അതേ അർത്ഥമാണ് കൺസണൻ്റ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം കൺസണൻ്റ് ആവാനുള്ള ചാൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് മൈനസ് ഒന്നും ഇടണ്ട. ഇതിനകത്തുനിന്ന് കൺസണൻ്റ് ഏതുണ്ടെന്ന് നോക്കിയാൽ മതി. കൺസണൻസ് ഈ AEIOU അല്ലാത്ത ബാക്കിയെല്ലാം എം 1 ടി 2 എച്ച് 3 വീണ്ടും എം 4 ടി 5 സി 6 എസ് 7. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. 7/11. ഇനി ഇവിടെ പ്രോബിലിറ്റി ഓഫ് വവൽസ് പറഞ്ഞിരിക്കുന്നു. വവൽ ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതാം? പ്രോബിലിറ്റി ഓഫ് നോട്ട് ബീങ് വവൽ. വവൽസ് അല്ലാതിരിക്കാനുള്ള ചാൻസ്, വവൽ ആവാനുള്ള ചാൻസ് 4/11 ആണ്. അപ്പോൾ നമ്മൾ വവൽസ് അല്ലാതിരിക്കാനുള്ള 1 - 4/11 അല്ലേ? അപ്പോൾ എങ്ങനെ 1നെ എന്ത് എഴുതും? 11/11 - 4/11 = 7/11 എഴുതാം.
അതും ഈ കൺസണൻറ്റിൻ്റെ ഒരേ ആൻസർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വവൽസ് പോയിട്ട് ബാക്കിയുള്ളതാണ് കൺസണൻസ്. അതേ അർത്ഥം തന്നെയാണ് ഇത്. വവൽ ആവാതിരിക്കാനുള്ള ചാൻസും എത്രയാണ്? 7/11 ആണ്. ഇനി നിങ്ങൾ തന്നെ ഈ ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു വാക്കിട്ടിട്ട് ഇതൊന്ന് എഴുതി നോക്കണം. ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു വാക്ക് BEAUTIFUL. ഇവിടെ 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് 9 ആണ്. ഇതിനകത്തുനിന്ന് നിങ്ങൾ നോക്കിയേ, വവൽസ് ആവാനുള്ള ചാൻസ് എത്രയുണ്ട്? E A U I U 5 എണ്ണം ഉണ്ട് അല്ലേ. ഈ ഒരു വാക്കിനകത്താണ് വവൽസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 5/9. ആകെ 9 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ വാക്ക് ഏതാണെന്ന് വെച്ചാൽ അതിങ്ങോട്ട് എടുത്തെഴുതുക. അതിനകത്ത് എത്ര അക്ഷരങ്ങളുണ്ടോ അത് ടോട്ടൽ ഔട്ട്കംസ് ആയിട്ട് എഴുതുക. അതായത് നമ്മുടെ ഏത് ക്വസ്റ്റ്യൻ്റെയും താഴെ അത് വരും. മേളിൽ ഏതാണോ ചോദിക്കുന്നത് അത് എണ്ണി എഴുതുക. ഇപ്പോൾ M ആണ് ചോദിക്കുന്നത്, M 2 തവണ. വവൽസ് ആണ് ചോദിക്കുന്നത്, വവൽസ് ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, 4. അങ്ങനെ എഴുതുക. വവൽസ് അല്ലാതെ ഇരിക്കാനുള്ള ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 1ൽ നിന്ന് വവൽസ് ആവാനുള്ള ചാൻസ് കുറയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് മാക്സിമം ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ.